വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പ്രോബബിലിറ്റി നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇനീക്വാലിറ്റി, പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതിൻ്റെ കോഷ്യൻ്റ് റൂൾ. ഇത്രയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണണം, പഠിക്കാം, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കണം. ഞാൻ ആദ്യം കുറച്ച് ഫോർമുലാസ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. Probability of any event less than 0 less than or equal to P of E less than or equal to 1. P not A. Not A എന്ന് പറഞ്ഞാൽ P of A dash 1 minus P of A. A and B. And വരുമ്പോൾ നമുക്കറിയാം എന്താണ് ഇൻ്റർസെക്ഷൻ. P A or D. P of A union or വന്ന യൂണിയൻ ആൻഡ് വന്ന ഇൻ്റർസെക്ഷൻ. പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവൻറ്റ്. ഈ എന്നതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവൻറ്റ്, ഇത് 1 മാർക്കിന് എനിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1. പ്രോബബിലിറ്റി ഓഫ് ഇംപോസിബിൾ ഇവൻറ്റ് 0. ഏ പാർട്ടിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പറയാൻ പറ്റില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, then എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? പി ഓഫ് എ യൂണിയൻ ബി, P of A plus P of B. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിലോ P of A യൂണിയൻ ബി എന്താ? P of A plus P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ A ഇൻ്റർസെക്ഷൻ B നൾ സെറ്റ് ആയിരിക്കും. സോ P of A യൂണിയൻ B is equal to P of A plus P of B. ജനറൽ ഫോർമുല മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത കേസിൽ P of A plus P of B minus P of A intersection B. ഇതൊരിക്കൽ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് A and B are mutually exclusive and exhaustive, A and B are mutually exclusive and exhaustive, then P A union B ഇതായിരിക്കും 1. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആൻഡ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഫുൾ സാമ്പിൾ സ്പേസ്. അതുകൊണ്ടാണ് ഇവിടെ P of A യൂണിയൻ ബി 1 വരുന്നത്. എയും ബിയും ഒക്കെ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോബ്ലം ഈ സോൾവ്ഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം സോൾവ്, ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഇങ്ങനെ ദ പ്രോബ്ലം ഈ സോൾവ്ഡ്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം സോൾവ്. സോൾവ് ദാറ്റ് പ്രോബ്ലം. ഇത് രണ്ടും ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? P of A യൂണിയൻ B കണ്ടാൽ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഓൺലി 1 ഓഫ് ദം സോൾവ്, എ ആൻഡ് ബി സോൾവ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അതിൽ പ്രോബബിലിറ്റി ഓഫ് ഓൺലി 1 ഓഫ് ദം സോൾവ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ എ സോൾവ് ചെയ്യുമ്പോൾ ബി സോൾവ് ചെയ്യരുത്, ബി സോൾവ് ചെയ്യുമ്പോൾ എയും സോൾവ് ചെയ്യരുത്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി. ഇത് കാണുന്നത് കൂടെ P of A ഡാഷ് ഇല്ലാത്ത A, P of A മൈനസ് A intersection B, P
പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പി ഓഫ് ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. ഇപ്പോൾ എയും ബിയും രണ്ട് പേരുണ്ടെങ്കിൽ എ ക്വാളിഫൈ ചെയ്യാതിരിക്കാം, ബിയും ക്വാളിഫൈ ചെയ്യാതിരിക്കാം അല്ലേ. പക്ഷെ ഒരാൾ പോലും ക്വാളിഫൈ ചെയ്യുന്നില്ല, അതാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ വൺ ഓർ മോർ, രണ്ടുപേരുടെ കേസാണെങ്കിൽ 1, 2 അങ്ങനെ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ കണക്ക് നമ്മൾ എന്ത് കണ്ടാൽ മതി? 1 മൈനസ് പി ബോത്ത് ക്വാളിഫൈ. രണ്ടുപേരും ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ പ്രോബിലിറ്റി. 1 മൈനസ് പി ബോത്ത് ഓഫ് ദ ക്വാളിഫൈ. ഓക്കെ, അതുപോലെ ഇങ്ങനെ ചോദിക്കാം, പി നെയ്തർ എ നോർ ബി. യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. നെയ്തർ എ നോർ ബി എന്ന് ചോദിച്ചാൽ പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ്. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. Question number 1. 3 coins are tossed. At least 2 heads. Okay, 3 coins ആകുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 2 × 2 × 2 8. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 ഹെഡ് എങ്കിലും എന്നാണ്. 2 ഓർ മോർ, 2 ഹെഡ്സ് വരാം, 3 ഹെഡ്സ് വരാം അല്ലേ. 2 ഹെഡ്സ് വരുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച്, ട്രിപ്പിൾ എച്ച്. 1, 2, 3, 4. So probability is equal to 4/8, 1/2. Exactly 1 head എന്നാണ് ചോദിക്കുന്നതെങ്കിലോ എച്ച് ടി ടി, ടി എച്ച് ടി, എച്ച് ടി ടി 3/8. നോ ഹെഡ് എന്ന് ചോദിച്ചാൽ only 1 ഔട്ട്കം. ഇനി അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആണെങ്കിൽ 1 ഹെഡ്, 2 ഹെഡ്സ്, 3 ഹെഡ്സ്. അവിടെ 0 ഹെഡ് വരുന്നില്ല, ബാക്കിയെല്ലാം 7/8. സാമ്പിൾ സ്പേസ് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് ബോൾ, red, black, 3 red, 2. In a bag, there are 3 red and 2 black balls. 2 balls are drawn. 2 balls are drawn. 1. Write the sample space. രണ്ടും റെഡ്, 2 ബോൾസ് എടുക്കുന്നേ ഉള്ളൂ അല്ലേ. അതിന് R1 R2 3 റെഡ് ഉണ്ടല്ലോ, R1 R2 വരാം, R1 R3 വരാം, R2 R3 വരാം അല്ലേ. R1 R2, R1 R3, R2 R3. R1 B1 വരാം, R1
B2. R2 B1, R2 B2, R3 B2. പിന്നെ B1 B2 വരാം 1 2 3 4 5 6 7 8 9. R1 R2, R1 R3, R2 R3, R1 B1, R1 B2, R2 B1, R2 B2, R3 B1 എഴുതിയില്ല, സോറി. പിന്നെ B1 B2. ടോട്ടൽ എത്രയായി? 10 ഔട്ട്കംസ്. ഇനി സെക്കൻഡ് പാർട്ട്. Write the events. A. Both balls are red. രണ്ടും റെഡ് ആയിരിക്കണം. അത് ഏതൊക്കെ വരാം? R1 R2, R2 R3, R1 R3 അല്ലേ? അതൊക്കെ റെഡ് ബ്ലാക്കും അങ്ങനെയാണ്. ബി. 1 ഈസ് റെഡ് ആൻഡ് 1 ഈസ് ബ്ലാക്ക്. ബി ചെയ്തേര് 1 ഈസ് ബ്ലാക്ക് ആൻഡ് 1 ഈസ് റെഡ്. ഒന്ന് റെഡ് ആയിരിക്കണം, ഒന്ന് ബ്ലാക്ക് ആയിരിക്കണം. അത് ഏതൊക്കെ വരാം? R1 B1, R2 B1, R3 B1. പിന്നെ R1 B2, R2 B2, R3 B2. 6 ഔട്ട്കം. ഇത് ഒരു പാർട്ടോടുണ്ട്. ചെക്ക്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി എന്ത് കിട്ടണം? നൾ സെറ്റ് കിട്ടണം അല്ലേ? ഇവിടെ R1 R2 R2 R3 R1 R2 ഇതല്ലോ, കോമൺ ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്താ? നൾ സെറ്റ്. Therefore A and B are mutually exclusive. Two dice are thrown. A. Probability of getting a doublet. ഡബിലെറ്റ് എന്ന് പറയുന്നത് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 × 6 36 ടോട്ടൽ ഔട്ട്കംസ്. ഡബിലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം നമ്പർ ഓൺ ദ ഫേസസ്. 1 1 2 2 3 3 4 4 5 5 6 6. എത്ര വരും? 6 ഔട്ട്കംസ്. ടോട്ടൽ 6 × 6 ദാറ്റ് ഈസ് 1/6. ബി. Probability of getting sum of the numbers is 8. Getting sum 8. Sum of the numbers is 8. Sum 8 വരുന്ന ഔട്ട്കംസ് ഏതൊക്കെ വരാം? 1 7 എന്തായാലും വരത്തില്ല, കാരണം ഒരു ഡൈയിൽ 6 വരെയുണ്ട്. പിന്നെ 2 6 വരാം, 6 2 വരാം, 4 4 3 5 5 2 6 6 2 4 4 തിരിച്ചാൽ 4 3 5 5 1 2 3 4 5. Probability of getting sum 8. 1 2 3 4 5 5/36.
എ കമ്മിറ്റി, നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ തന്നെയാണ്. എ കമ്മിറ്റി ഓഫ് 2 persons is selected from 2 men and 2 women. Men 2 women 2. 2 പേഴ്സൺസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് 1 man. നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുന്നതിൽ ഒരാളായിരിക്കണം 1 man, അത് 1 woman. 2 men 1 man. ഇങ്ങനെ ഒരു വേസ് 2C1 ഇൻറ്റു 2C1. ടോട്ടൽ എത്രയാണ്? 2 + 2 4 അല്ലേ? അതിൽ നിന്ന് 2 പേര്, അതാണ് 4C2. 2C1 എന്ന് പറഞ്ഞാൽ 2. 4C2 ആണ് 4 × 3. 4 ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 2 നമ്പേഴ്സ്, ഇവിടെ 2 ആയിരുന്നുണ്ട്. 4 പിന്നെ 1 കുറയ്ക്കും. 1 × 2. 2 × 3. ആൻസർ 2 × 3. Sorry, 2/3. No man. Second part. 2 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആ 2 പേര് മാൻ ആവരുത് എന്ന് പറയുമ്പോൾ 2 പേര് ആരായിരിക്കണം? വിമൻ ആയിരിക്കണം. 2C2/4C2. 2C2 എന്ന് പറഞ്ഞാൽ 1. 4C2 1/6. 4C2 6. 4 × 3/1. അതുപോലെ എക്സാമ്പിൾ 7 നല്ല ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വർക്കൗട്ട് ഇതാണല്ലോ. 2 സ്റ്റുഡൻസ് അനിൽ ആൻഡ് അഷീമ ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം. പിന്നെ എക്സസൈസിൽ നമ്മൾ എക്സസൈസ് 14.2 ക്വസ്റ്റ്യൻ നമ്പർ 80. എൻ്റെ പുതിയ ടെക്സ്റ്റാണ്. അതിൽ 80. പിന്നെ ക്ലാസ് 11 40% of the students study maths and 30% study biology. 10% of the class study both maths and biology. So P of M. 40% students study maths. 40/100. 30 study biology. 10% study both. In both of the intersection. M intersection. If a student is selected at random, find the probability that he will be studying mathematics or biology. അവിടെ M or B. അവിടെ ഓർ വരുമ്പോൾ എന്താണ്? യൂണിയൻ. P of M plus P of B minus P of M intersection 40/100 plus 30/100 minus 10/100. അതേപോലെ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കണം. ലീപ്പ് ഇയർ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ്. സൺഡേ ഇതിൽ ഡെയിലി ഏത് ഡേ ചോദിച്ചാലും സൺഡേ മൺഡേ ട്യൂസ്ഡേ ഏത് ഡേ ചോദിച്ചാലും ആൻസർ എന്ന് പറയുന്നത് 53 Sundays in a leap year. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രയാണ്? 365 days. 365 + 1 366 days. 366 days എന്ന് പറയുന്നത് 364 + 2. 364 എഴുതാൻ 52 weeks plus 2 days. 52 weeks plus 2 days. 52 വീക്സിൽ 52 സൺഡേസ് എന്തായാലും ഉണ്ട് അല്ലേ? പിന്നെ റിമൈനിങ് 2 days അതെങ്ങനെ വരാം? റിമൈനിങ് 2 days
Sunday and Monday, Monday and Tuesday, Tuesday and Wednesday. ഞാൻ ഷോർട്ടാക്കി പറയുന്നുള്ളൂ. Sunday and Monday, Monday and Tuesday, Tuesday and Wednesday, Wednesday and Thursday, Thursday and Friday, Friday and Saturday, Saturday and Sunday. വീണ്ടും ഇത് തന്നെ വരും അല്ലേ. അപ്പം അങ്ങനെ 7 കേസസ് ഇതുപോലെ വരാം. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. ഈ 7 കേസസിലും സൺഡേസ് ഏതൊക്കെ വരാം? സൺഡേ ആൻഡ് മൺഡേയിൽ വരാം, സാറ്റർഡേ ആൻഡ് സൺഡേയിൽ വരാം അല്ലേ. എൻ്റെ ആൻസർ എന്ത് വരും? 2/7. അപ്പം ഇതിനകത്ത് സൺഡേ അല്ല, ഏത് ഡേ ചോദിച്ചാലും ലീപ്പ് ഇയറിൽ 53, സൺഡേ ചോദിച്ചാലും 53, മൺഡേ ചോദിച്ചാലും ആൻസർ 2/7. ഇനി നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 365 ഡേയ്സ്. അപ്പോൾ ഇവിടെ 1 ഡേ വരും അല്ലേ. മൺഡേ ടു മൺഡേ, ഫ്രൈഡേ, അത് അങ്ങനെ നമ്മൾ സൺഡേ മുതൽ സാറ്റർഡേ വരെ നോക്കുമ്പോൾ 7 ഡേയ്സ് ഉണ്ട്. അതിൽ ഏത് ഡേ ചോദിച്ചാലും ഇതിൻ്റെ പ്രോബിലിറ്റി നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1/7, ലീപ്പ് ഇയർ ആണെങ്കിൽ 2/7, നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1/7. Check whether the following probabilities P of A and P of B are consistently defined. P of A and P of B are consistently defined. പ്രഥമിക്കുന്നത് P of A 0.5, P of B 0.7, P of A intersection B 0.6. നമുക്കറിയാം A intersection B, അതിൻ്റെ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? P of A intersection B is always less than or equal to PA and less than or equal to P of B. ഇവിടെ 0.6 P of B യേക്കാൾ ചെറുതാണ്, പക്ഷേ P of A യേക്കാൾ ഗ്രേറ്റർ ആണ് അല്ലെ, കൂടുതലാണ്. നമുക്ക് പറയാം നോ. എൻ്റെ റീസൺ എന്താ? കൺസിസ്റ്റൻ്റ്ലി ഡിഫൈൻഡ് അല്ല. എന്തുകൊണ്ടാണ് റീസൺ? P of A intersection B is greater than P of A. ഇങ്ങനെ വരാൻ പാടില്ല. P of A intersection B എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A. ഈക്വലും വരാം. A ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ A intersection B എന്താ? A അല്ലേ. അപ്പോൾ P of A intersection B എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു P A വരാം. ഒരിക്കലും ഗ്രേറ്റർ ദാൻ P A വരത്തില്ല. അതാണ് ഇവിടെ നോ. അപ്പോൾ P of A യൂണിയൻ B ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ P A ആൻഡ് ഗ്രേറ്റർ ദാൻ P. നമുക്ക് കാർഡ്സൊക്കെ പലർക്കും ഡൗട്ട് വരുന്ന ഒരിതാണ് കാർഡിൻ്റെ ഞാൻ എഴുതിയില്ല. അപ്പോൾ പിന്നെ അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കാർഡ് ചെയ്യാം. നമുക്കറിയാം മൊത്തം 52 കാർഡ്സാണുള്ളത്. അതിൽ റെഡ് കാർഡ്സ് ഉള്ളത് 2, ഡയമണ്ട്, ഹാർട്ട്. ഇതെത്രയുണ്ട്? 26 റെഡ്. ഇനി പിന്നെ ഉള്ളത് ബ്ലാക്ക്, ബ്ലാക്ക് ഉള്ളത് സ്പെയ്ഡ്, ക്ലബ്. വേറെ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തട്ടിയെടുക്കേണ്ടത്. ഇപ്പം ഇങ്ങനെ പഠിച്ചു പോയിരുന്നു. റെഡ് 26, ബ്ലാക്ക് 26. അപ്പോൾ ഇനി ഓരോ സെക്ഷനിൽ വരുന്നത് ശരിക്കും നമ്പേഴ്സ്. ഇപ്പോൾ ഡയമണ്ട് ആയാലും ഹേർട്ടിലായാലും എല്ലാം 13 വെച്ചിട്ടുണ്ടല്ലോ. 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ 4 കാർഡ്സ്. നമ്പർ കാർഡ്സ് എത്രയുണ്ട്? 9. ഇനി 4 കാർഡ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? ഏസ്, കിങ്, ക്യൂൻ,
ജാക്ക്. 4 സെറ്റും കൂടെ നമ്മൾ മൊത്തം 52 കാർഡ്സ് എടുക്കുമ്പോൾ എയ്സ് 4, കിങ് 4, ക്യൂൻ 4, ജാക്ക് 4. അങ്ങനെ ഡയമണ്ടിൽ ഒരു എയ്സ്, ഹാർട്ടിൽ, സ്പേഡിൽ, ക്ലബിൽ. അപ്പോൾ 4 കിങ്സ് ഉണ്ടെങ്കിൽ 2 ബ്ലാക്ക് കിങ് 2 റെഡ് കിങ്. അപ്പോൾ ഇത് പഠിച്ചിരുന്നെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇനി കിങ്, ക്യൂന്, ജാക്ക് എന്ന് പറയുന്ന പേരാണ് ഫേസ് കാർഡ്സ്. കിങ്, ക്യൂൻ, ജാക്ക്. ഇതിത്രയാണ് ഫേസ് കാർഡ്സ്. അതിൽ തന്നെ 6 റെഡ് ഫേസ് കാർഡ്, ടോട്ടൽ 4×3 12 ഫേസ് കാർഡ്സ് ഉണ്ട്. അതിൽ 6 റെഡ്, 6 ബ്ലാക്ക്, ഇങ്ങനെയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഇതെല്ലാം 13 ആണ്. 13, 13, 13, 13. ഗെറ്റിംഗ് എ ഡയമണ്ട് എന്ന് ചോദിച്ചാൽ 13/52 1/4. ഇങ്ങനെ നമുക്ക് എഴുതാം. Getting not an ace. Not an ace. Not an എന്ന് പറയുമ്പോൾ നോട്ട് എന്നുള്ളത് കൊണ്ട് 1- എന്ന് എഴുതുക. ഇവിടെ എന്താണ് കിട്ടരുത്? എയ്സ് കിട്ടരുത്. എയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഇവിടെ എഴുതി 1- എന്ന് എഴുതിയിട്ട് 1 - 1/30, that is 12/30. അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പെയ്ഡ് ചോദിച്ചാൽ 13/52. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് കാർഡ്സ് എന്ന് ചോദിച്ചാൽ 26/52 1/2. ഇതിനൊക്കെ നമുക്ക് എഴുതാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കോണിക് സെക്ഷൻ, ബൈനോമിയൽ തിയറം നന്നായി പഠിക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും താങ്ക്സ്.